ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. പലർക്കും ഒരു സംശയമുണ്ട്, ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ശ്ലോക രൂപത്തിലാണ് ചൊല്ലാറുള്ളത്. ഞാൻ ഇവിടെ പറയുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എന്താണ് പറയുന്നത് എന്ന്. നാമം ചൊല്ലുമ്പോൾ ഒരു വരി മുഴുവനും ഒരുമിച്ച് ചൊല്ലും. പക്ഷേ ഇവിടെ ഓരോ നാമത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ചില വരികളിൽ 3-4 നാമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാനിവിടെ 1000 നാമങ്ങളുടെ അർത്ഥമാണ് ഓരോരോ വീഡിയോ ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇന്ന് ലളിതാ സഹസ്രനാമത്തിലെ 232 മുതൽ 237 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 232ാമത്തെ നാമം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. മഹാപ്രളയകാലത്ത് ആ മഹേശ്വരൻ്റെ സംഹാര താണ്ഡവം നടക്കുമ്പോൾ അതിന് സാക്ഷിയായി നിൽക്കുന്നവളാണ് ദേവി. കാരണം ദേവിക്ക് ഉൽപ്പത്തിയും നാശവുമില്ല എന്ന് പറഞ്ഞു. ആ പ്രളയകാലത്തും ഇവിടെ ഉള്ളത് ദേവി മാത്രമാണ്. ആ ആദിപരാശക്തി മാത്രമാണ്. അപ്പോൾ ആ മഹേശ്വരൻ പ്രളയ സമയത്ത് സംഹാര താണ്ഡവമാടുമ്പോൾ അവിടെ സാക്ഷിയായിട്ട് ദേവി ഉണ്ടായിരുന്നു എന്നർത്ഥം. ശിവതാണ്ഡവത്തിന് ആ പ്രപഞ്ചാതീതയായ ദേവി മാത്രമാണ് ഒരേ ഒരു സാക്ഷി എന്നർത്ഥം. അടുത്തത് 233ാമത്തെ നാമം മഹാകാമേശ മഹിഷി. മഹാകാമേശൻ പരമശിവൻ. ആ പരമശിവൻ്റെ മഹിഷി, പട്ടമഹിഷിയായിരിക്കുന്നതും ഈ ദേവി തന്നെ എന്നർത്ഥം. ഇനി 234ാമത്തെ നാമം മഹാത്രിപുര സുന്ദരി. മഹത്തായ ത്രിപുരങ്ങൾക്കും സുന്ദരിയായിട്ടുള്ളവൾ. ത്രിപുരം എന്നതുകൊണ്ട് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം എന്നതാണ് അർത്ഥം വരുന്നത്. ഈ 3 ശരീരത്തിനെയും നിയന്ത്രിക്കുന്ന ആ ജീവാത്മശക്തിയായിരിക്കുന്നവൾ ദേവി തന്നെയാണ്. അങ്ങനെ ദേവി മഹാത്രിപുര സുന്ദരിയാണ് എന്നർത്ഥം. ഇനി 235ാമത്തെ നാമം ചതുഷ്ഷ്ട്യുപചാരാഢ്യ. ചതുഷ്ഷ്ടി ഉപചാര ആഢ്യ. ഷഷ്ടി എന്നാൽ 60, ചതുഷ്ഷ്ടി എന്നാൽ 64. 64 ആചാരങ്ങളാണ് ആകെ ഉള്ളത്. ഇതൊക്കെ തന്ത്രവിദ്യാപ്രകാരമുള്ള ആചാരങ്ങളാണ്. ഈ 64 ആചാരങ്ങളാൽ പ്രാധാന്യം നൽകി ആരാധിക്കപ്പെടുന്ന ശ്രേഷ്ഠയായിട്ടുള്ളവൾ എന്നർത്ഥം. ഇനി 236ാമത്തെ നാമം ചതുഷ്ഷ്ടി കലാമയി. 64 കലകൾ. ഇതെല്ലാം ദേവിയിൽ നിന്നാണ് ഉണ്ടായത്. ആ കലാരൂപങ്ങളായി പ്രകാശിക്കുന്നതും ദേവി തന്നെയാണ്. ഇതിലേതിലെങ്കിലും നമുക്ക് പ്രാവീണ്യമുണ്ടെങ്കിൽ അത് ദേവീ പ്രസാദമാണ് എന്നാണ് പറയുന്നത്. ഇനി 237ാമത്തെ നാമം മഹാചതുഷ്ഷ്ടി കോടി യോഗിനീ ഗണസേവിത. ഒരു ലൈൻ മുഴുവനായിട്ടും അമ്മയുടെ നാമം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് പറയാത്തത്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? മഹാചതുഷ്ഷ്ടി കോടി യോഗിനീ ഗണസേവിത. 64 കോടി യോഗിനീ ഗണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവരാൽ പരിസേവിതയായവൾ. ആദ്യത്തെ 8 യോഗിനികൾ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ഡി, മഹാലക്ഷ്മി. ഈ 8 യോഗിനികൾക്കും വീണ്ടും ഓരോരുത്തർക്കും 8 ശക്തികൾ ഉണ്ട്. അങ്ങനെയാണ് 64 യോഗിനികൾ ഉള്ളതെന്ന് പറയുന്നത്. ഇവരെല്ലാം
ദേവിയുടെ ശക്തി വിശേഷങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ഇവരാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ.